ഹേ ഗൈസ്, അപ്പോൾ ഞങ്ങൾ നേരെ ഹൈദരാബാദിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടൊരു സാധനം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്കാണ് ഹൈദരാബാദി ബിരിയാണി എവിടുന്ന് കഴിക്കണം, എവിടെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് കഴിച്ചു നോക്കി. പിന്നില്ലേ, നീയൊക്കെ ഈ ഹൈദരാബാദ് വന്നിട്ടേ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി എവിടുന്നാണ് കഴിച്ചേക്കണം? ബാഹറല്ലേ? അതെ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് നേരെ ബാഹറിലോട്ടാണ്. എല്ലായിടത്തും ഓരോരോ ടേസ്റ്റാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ബിരിയാണിക്ക്. അവരുടേതായ രീതിയിലാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ഓരോ ഹോട്ടലിലാണെങ്കിലും. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കഫേ ബാഹറിലെ ബിരിയാണിയാണ്. അടിപൊളി ബിരിയാണിയാണ്. ഞങ്ങളിപ്പോൾ അവിടെ എത്താറായി. പിന്നില്ലേ ബാഹർ സ്പെഷ്യൽ ബിരിയാണി മേടിക്കും. അടിപൊളി സാധനം. അങ്ങനെ കഴിച്ച് നമ്മുടെ ബാഹർ സ്പെഷ്യൽ ബിരിയാണി വന്ന്. ഞങ്ങൾ ഫാമിലിയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് ഫാമിലി പാക്കാണ് ഓർഡർ ചെയ്തത്. നമ്മൾ 3 പേർക്ക് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാം, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പു ബിരിയാണി വന്നപ്പോൾ അപ്പുവിന്റെ മുഖത്തൊരു ചിരി. അപ്പോൾ റൈസ് നല്ല സോഫ്റ്റ് ഇല്ലടാ, നമ്മുടെ സാധാ റൈസ് പോലെയല്ല, നല്ല സോഫ്റ്റ് റൈസാണ്. വായി വെച്ചാൽ മതി, ചവക്കണ്ട. അങ്ങനെ കഴിച്ച് ഞങ്ങള് ബിരിയാണി കഴിച്ച് പുറത്തിറങ്ങി. എങ്ങനെ ഉണ്ടാക്കണം മോനെ ബിരിയാണി? അടിപൊളി ടേസ്റ്റ്. പാൻ കഴിക്കാൻ പോവാണ്. 85 വിവിധ തരം പാനാണ്. ചോക്ലേറ്റ് പാൻ, കാജു പാൻ. സ്വീറ്റാണോ? നീ എനിക്ക് വേണം. റെഗുലർ സ്വീറ്റ് പാൻ. അങ്ങനെ ബിനിലും അപ്പും 2 റെഗുലർ സ്വീറ്റ് പാൻ മേടിക്കും. ഒരു പഴയ മോഡൽ ചെയ്തൊക്കെ കിട്ടാസാലേ 24 കേരള. കേരള. ഇവിടെ പതുക്കെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചെറിയ പൊടിമഴയാണ്, അതുകൊണ്ട് ആൾക്കാരെല്ലാം കാണാം. സൈഡിൽ വണ്ടി ഒതുക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞങ്ങള് മഴ മാറിയെന്ന് വിചാരിച്ച് നടന്നിറങ്ങി. പിന്നെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോ പിന്നെയും പതുക്കെ മഴ പെയ്തു തുടങ്ങി. ഈ അപ്പുവാണ് ഇങ്ങനെയാണ് പറഞ്ഞത് അവിടെ മഴ പെയ്തത്. അവിടെ കാണുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു. അവിടെ നമുക്ക് ഓരോ മുസംബി ജ്യൂസ് കുടിക്കാം. കുടിക്കാം. അവിടെ നിന്ന് കുടിക്കാം. കടയിൽ അവിടെ ഉണ്ടോ? അവിടെ നിന്ന് കുടിക്കാം. ഇല്ലടേ, അത് കടയാ. കുടിക്കാം. भैया 3 मुसंबी जूस. മസാല ടേസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളങ്ങനെ അപ്പുവിന്റെ മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്യണ കാര്യം ചോദിക്കാണ്ടി പോയി. അപ്പൊ അവര് പറഞ്ഞ് പെർമനന്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ 5000 റുപ്പീസ് വേണമെന്ന്. അപ്പൊ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് അതും ചോദിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകുവാണ്.
അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ചെറിയൊരു ബിരിയാണി കഴിക്കാൻ പോകുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. പ്ലീസ് ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ടാണ് ഗൈസ് എൻ്റെ മുമ്പോട്ടുള്ള ഓരോ വീഡിയോ എടുക്കാനുള്ള പ്രചോദനം നൽകുന്നത്. അതുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും